ചേരിപ്പാഞ്ഞു വരുന്ന ട്രെയിനുകൾക്കിടയിൽ നിന്നും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് തലനാരിഴക്ക് യുവാവിന്റെ ജീവൻ കുറ്റിപ്പുറം പോലീസ് രക്ഷപ്പെടുത്തിയത്. റെയിൽപാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ മുതിർന്നു കിടക്കുന്ന യുവാവിന് രക്ഷാദൂതുമായി എത്തിയത് കുറ്റിപ്പുറം പോലീസാണ്. പോലീസുകാരുടെ സംയോജിത ഇടപെടലിലൂടെയാണ് ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതും പുതുജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. പൊന്നാനി കാലടി സ്വദേശി ജിനുക്കുട്ടനെയാണ് കുറ്റിപ്പുറം CI നൌഫൽ, SI വി ബാബുജി, സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് എന്നിവർ ചേർന്ന് റെയിൽവേ പാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. ദീർഘകാലം പ്രണയത്തിലായിരുന്ന കാമുകി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ യുവാവിനെ കുറ്റിപ്പുറം പോലീസാണ് രക്ഷപ്പെടുത്തിയത്. കാമുകി വിവാഹത്തിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ താൻ ജീവനെടുക്കുകയാണെന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശേഷം മരണം വരിക്കാൻ യുവാവ് ഒരുങ്ങി പുറപ്പെട്ടത്. പണം ഞങ്ങൾ തരും. ഫേസ്ബുക്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോസ്റ്റിട്ട ശേഷമാണ് യുവാവ് ജീവനെടുക്കാൻ വേണ്ടി റെയിൽപാളത്തിലെത്തിയത്. ജീവൻ സ്വയം അപഹരിക്കാൻ തീരുമാനിച്ച ജിനുക്കുട്ടൻ കുറ്റിപ്പുറത്തേക്ക് ബൈക്കിലാണ് എത്തിയത്. കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ മുന്നിൽ ബൈക്ക് നിർത്തിയ ശേഷം റെയിൽവേ പാളത്തിലൂടെ പേരശ്ശനൂർ ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു. യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട പോലീസിന് യുവാവിനെ കാണാനില്ലെന്ന പരാതി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങൾ പൊന്നാനി പോലീസ് കുറ്റിപ്പുറം CI K നൌഫലിന് കൈമാറി. യുവാവ് സ്വയം മരിക്കാൻ പോകുകയാണെന്ന സന്ദേശത്തിന് പുറമെ ലൊക്കേഷൻ മാപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇയാളെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ യുവാവ് പോയ പാതയിലൂടെ കുറ്റിപ്പുറം SI വി ബാബുജിയും സംഘവും സഞ്ചരിക്കുകയും യുവാവിനെ കണ്ടെത്തുകയുമായിരുന്നു. യുവാവിന്റെ മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം പേരശ്ശനൂർ റെയിൽവേ പാളത്തിൽ നടത്തിയ തിരച്ചിലാണ് റെയിൽവേ പാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് SI ബാബുജിയും സീനിയർ പോലീസ് ഓഫീസർ രഞ്ജിത്തും ചേർന്ന് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. 1.5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ ഈ പാളത്തിലൂടെ ട്രാക്ക് മെയിൻ്റനൻസ് എഞ്ചിനും തൊട്ടുപിന്നാലെ ഷൊർണൂർ ഭാഗത്തേക്ക് ട്രെയിൻ അതിവേഗത്തിൽ കടന്നുപോവുകയും ചെയ്തു. കൃത്യമായ ഇടപെടലിലൂടെ യുവാവിന്റെ ജീവൻ രക്ഷിച്ച സന്തോഷത്തിലായിരുന്നു കുറ്റിപ്പുറം പോലീസ്. കൂലിപ്പണിക്കാരനായ ജിനുക്കുട്ടന് അമ്മ മാത്രമേ ഉള്ളൂ ബന്ധുക്കളായിട്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.